ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, പിന്നെ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇവരെ ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നിലവിൽ കഞ്ചാവ് കേസുമായി ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഇന്നലത്തെ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളിലാണ് എക്സൈസിന് ചില ബോധ്യങ്ങൾ വന്നിരിക്കുന്നത്? ഇനി എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്? ക്രിസ്ത്യന, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ കെ സൗമ്യ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നടന്മാർ ഉൾപ്പെടെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ കേസുമായി നിലവിൽ ബന്ധം തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എക്സൈസിന് ലഭ്യമായിട്ടില്ലെങ്കിലും ഇവർ നടന്മാർ രണ്ടുപേരും ഈ ഒപ്പം തന്നെ ഇന്നലെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച ഈ സൗമ്യ അടക്കം ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ലഹരി എത്തുന്ന സ്രോതസ്സുകളെ പറ്റി അതേ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിവരം നിലവിൽ ഇവർ കൈമാറിയിട്ടുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ലഭ്യമാകുന്നുള്ള വിവരമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ആ വിവരം നടന്മാർ എക്സൈസിന് കൈമാറിയിട്ടുണ്ട്. തെളിവ് ലഭിച്ചാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കൂടി എക്സൈസ് തീരുമാനം എടുക്കുകയാണ്. അതേസമയം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി മൂവർക്കും കാര്യമായി ബന്ധമില്ലെന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായ എക്സൈസ് അത് ഇനി വരുന്ന ദിവസങ്ങളിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ കേസുമായി അവർക്ക് പൂർണ്ണമായി ബന്ധമില്ലെന്നും എക്സൈസ് സ്ഥിരീകരിക്കുന്നില്ല. ഇന്ന് എന്താണെങ്കിലും റിയാലിറ്റി ഷോ താരം ജിൻഡോ, ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ അണിയറ പ്രവർത്തകനായിട്ടുള്ള ഒരു നിർമ്മാണ സഹായി ജോഷി എന്നിവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരുമായിട്ടുള്ള ഒട്ടേറെ പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞത്. ഇതിനിടെ ഈ ഷൈൻ ടോം ചാക്കോവിനെ ഇന്നലെ രാത്രി തന്നെ തൊടുപുഴയിലെ ഡീഹൈഡ്രേഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൈന്റെ കുടുംബം ആവശ്യപ്പെട്ട ഒരു സ്ഥലം തന്നെ ഇവർ തിരഞ്ഞെടുത്തോളാൻ പറയുകയായിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യാൻ എത്തുന്ന സമയത്ത് തന്നെ ഷൈൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഷൈനെ ഇനി എന്താണെങ്കിലും ഡീഹൈഡ്രേഷൻ സെന്ററിലേക്ക് മാറ്റാൻ തന്നെ എക്സൈസ് തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ലഭിച്ചത് ഈ നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ചത് പക്ഷേ ലൈംഗിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ്. അത് എക്സൈസിന്റെ നിയമപരിധിയിൽ വരുന്ന വിഷയം അല്ലാത്തതുകൊണ്ടും നിയമപരമായി തന്നെ അത്രയും വിഷയങ്ങൾ നടപടിയെടുക്കുന്നതിലൊക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതിന് പരിമിതി ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അത്തരം വിഷയങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് എക്സൈസ് കൈമാറും. എന്താണെങ്കിൽ ലഹരി ബന്ധങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് കൂടുതലും റിയൽ മീറ്റ് എന്ന പേരിൽ നടക്കുന്ന ലൈംഗിക എക്സൈസ് ആ രീതിയിൽ തന്നെ ഗൗരവമായി തന്നെയാണ് ഈ കേസ് കാണുന്നത്. മാത്രമല്ല, കൃത്യമായി എഴുതി തയ്യാറാക്കിയ ചോദ്യാവലികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു രീതിയിലും ഒരു പിഴവുമില്ലാതെ ചോദിച്ചറിയുക കാര്യങ്ങൾ എന്ന് തന്നെയാണ് എക്സൈസ് ഉദ്ദേശിക്കുന്നത്. കാര്യം വ്യക്തമാണ്. അതെ, നമ്മളും നമ്മളുടെ ലഹരിക്കെതിരായ പോരാട്ടം തുടരും. ഇത്തരം വാർത്തകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സഹായം, ഇതൊക്കെ നമ്മൾ 24 ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാ ക്രൈമുകളുടെയും ഒരു മാതാവായി ലഹരി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും.